വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മറീന അറീനയിൽ വിജയം സ്വന്തമാക്കി. മലയാളി കോച്ച് TP പുരുഷോത്തമനാണ് ആദ്യമായി ഒരു വിജയം ടീമിന് വേണ്ടി സ്വന്തമാക്കി കൊടുക്കുന്നത്. മറീന അറീന ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ വെച്ചുള്ള ആദ്യ വിജയമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റേത്. മലയാളി ആയിട്ടുള്ള TG പുരുഷോത്തമൻ്റെ കീഴിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഇറങ്ങിയിരുന്നത്. ഒരു നീണ്ടകാല കാത്തിരിപ്പിന് ഇടയിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനോട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള മലയാളി കോച്ചിൻ്റെ കീഴിൽ തന്നെ, അത് TG പുരുഷോത്തമൻ്റെ കീഴിൽ തന്നെ അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്കുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ്. കാരണം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് പ്ലേ ഓഫിലേക്ക്. ഇനി അടുത്ത മത്സരം മോഹൻ ബഗാനെതിരെയാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇന്നലത്തെ മത്സരത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ലൂണ നോഹ കൊളേഷനാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂണയ്ക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നു. പോസ്റ്റിൽ അത് അടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അടിച്ച് പുറത്തേക്ക് കളിയാണ് ഉണ്ടായത്. പകരം പോസ്റ്റിൽ ലൂണയും ഇഷാൻ പണ്ഡിതയും ഉണ്ടായിരുന്നു ഫ്രീ മാനായിട്ട്. അത് കൊടുത്തിരുന്നെങ്കിൽ 100% ഗോളാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ലൂണ അങ്ങനെ ഒരു ക്രോശം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിനെതിരെ. എങ്കിൽ പോലും മത്സരശേഷം അദ്ദേഹം പറയുകയുണ്ടായി, താൻ അങ്ങനെ പ്രകടിപ്പിക്കാതായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു, തെറ്റായിപ്പോയി എന്ന് തനിക്ക് മനസ്സിലായി. അത്രത്തോളം പറയേണ്ടതുണ്ടായിരുന്നില്ല. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കാര്യങ്ങൾ പരിഹരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂണ. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും അതിൽ വിമർശിക്കാനും ഉള്ള അധികാരങ്ങളൊക്കെ ലൂണയ്ക്കുണ്ട്. കാരണം ഒരു ക്യാപ്റ്റനാണ്. ഒരു ക്ലാസ്സിൽ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ വഴക്ക് പറയുന്ന പോലെയൊക്കെ തന്നെയാണ്. നോഹ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അത് അത്തരത്തിൽ എടുത്താൽ മതി. വലിയ സീരിയസ്നെസ്സോടെ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത മത്സരത്തിലേക്ക് അവരതൊക്കെ മറന്നുകൊണ്ട് ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്കൊക്കെ സെറ്റായിട്ട് തിരികെ എത്തുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. ലൂണ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു പലരും ചിന്തിക്കും. കാരണം എന്താ വെച്ചാൽ ലീഡിലാണ് 3 ഗോളിൻ്റെ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഗോൾ ഡിഫറൻസ് വർദ്ധിപ്പിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം തന്നെയാണ്. കാരണം പ്ലേ ഓഫിലേക്കുള്ള ഒരു ദീർഘദൂരം കുറയ്ക്കാൻ അതിനെക്കൊണ്ട് സാധിക്കും. കാരണം ഗോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഗോൾ ഡിഫറൻസ് കൂടുന്നതായിരിക്കും. ഗോൾ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പം മേലെ കിടക്കുന്ന ടീമുകൾ, അതായത് 6ാം സ്ഥാനത്തൊക്കെ കിടക്കുന്ന മുംബൈ സിറ്റിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ 5 ഗോൾ ഡിഫറൻസ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾ ഡിഫറൻസ് വർദ്ധിക്കാനാവും. ഇപ്പോൾ 0 ആണ്. അത് വർദ്ധിച്ച് ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തിട്ട് +1 ആയിട്ടുണ്ടാകുമായിരുന്നു. അപ്പം ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഡിഫറൻസ് മാക്സിമം ഗോൾ അടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരു റെഡ് കാർഡിൻ്റെ കീഴിലായിരുന്നു ചെന്നൈ ഇന്നലെ. അപ്പോൾ 9-10 പേരുമായിട്ട് കളിക്കുന്ന ചെന്നൈക്കെതിരെ മാക്സിമം ഗോളുകൾ അടിച്ചു കൂട്ടാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഗോൾ ഡിഫറൻസ് വർദ്ധിക്കാനും പ്ലേ ഓഫിലുള്ള സാധ്യതകൾ ദൂരം കുറയ്ക്കാനും ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ലൂണ അങ്ങനെ പെരുമാറിയതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തത് ക്വാമി പെപ്രയും ജീസസ് ജിമിനസും അതുപോലെ തന്നെ കോറോ സിംഗുമായിരുന്നു. ആദ്യം ജിമിനസിലൂടെ മത്സര തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുക്കുകയായിരുന്നു അവരുടെ പിഴവ് മുതലെടുത്തുകൊണ്ട്. പിന്നീട് ഒരു റെഡ് കാർഡ് കണ്ടു. അവരുടെ പ്ലെയറായിട്ടുള്ള ഗില്ലിന് ഒരു റെഡ് കാർഡ് കാണുകയും പുറത്താകുകയും, മിലോസിന് ഫൗൾ ചെയ്തതിന് പുറത്താകുകയും ചെയ്തിരുന്നു. അതിനുശേഷം മത്സരം ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ ഉള്ള എക്സ്ട്രാ ആഡോ ടൈമിലെ കോറോ സിംഗിൻ്റെ ഒരു ഗോൾ കൂടി ഉണ്ടായിരുന്നു. ഒരു വണ്ടർഫുൾ ഗോളായിരുന്നു. അതും എടുത്തു പറയേണ്ടതാണ്. ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി അദ്ദേഹം മാറുകയും ചെയ്തു ആ ഗോളോട് കൂടി. പിന്നീട് സെക്കൻഡ് ഹാഫിൽ അഡ്രിയാനിലൂടെ ഒരു മികച്ച അസിസ്റ്റിലൂടെ ക്വാമി പെപ്രയും ഗോൾ നേടുന്ന കാഴ്ച കണ്ടു. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് 3-1 എന്ന ലീഡിൽ. അതിനുശേഷം അവസാന നിമിഷം 80-ാം മിനിറ്റിൽ വിൻസി ബാരറ്റോ അവർക്ക് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തു ചെന്നൈക്ക് വേണ്ടിയിട്ട്. അതോട് ക്ലീൻ ഷീറ്റ് തകർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സച്ചിൻ സുരേഷ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഡിഫൻസിലെ കുറച്ച് പോരായ്മകളാണ് നല്ല ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചത്. 10 പേരുമായി ചുരുങ്ങിയെങ്കിലും അവർ നല്ല രീതിയിൽ പിന്നെയും പ്രഷർ ചെയ്ത് പോസ്റ്റിലേക്ക് ബോളുകൾ എത്തിച്ചുകൊണ്ട് കളിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത മത്സരം മോഹൻ ബഗാൻ ഹോം മത്സരമാണ്. അൺബീറ്റനായി റൺ നടത്തുന്ന മോഹൻ ബഗാൻ അടുത്ത മത്സരത്തിൽ ഹോം മത്സരത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ പ്ലേ ഓഫുകളുള്ള സാധ്യതകൾ നിലനിർത്താൻ സാധിക്കും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളോട്ട് നോട്ടുക. താങ്ക് യു.